44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അതിഥിയായി ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സരിൻ സാറാണ്. സാർ എങ്ങനെയുണ്ട് ഇത്തവണ? എന്താണ് എത്തിയത്? ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. ഒരു ദിവസം ഉണ്ടാവും. ഞാൻ നാളെ തന്നെ തിരിച്ചു പോകും. 8 ദിവസത്തേക്ക് എനിക്ക് ഡോക്ടറുടെ പുസ്തക റിലീസിന് വേണ്ടിയിട്ട് പുസ്തക പ്രകാശനം ഇന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ക്രമീകരിച്ചതാണ്. സാധാരണ എല്ലാ വർഷവും വരാൻ ശ്രമിക്കാറുണ്ട്. എന്നെക്കാളും വയസ്സുണ്ട് പുസ്തകോത്സവത്തിന്. ഇപ്പൊ 80കളുടെ തുടക്കത്തിലൊക്കെ വായന പ്രത്യേകിച്ച് ഈ പ്രദേശത്തൊക്കെ പ്രവാസ ജീവിതം നയിക്കുന്ന മലയാളികളിലേക്ക് എത്തിക്കുന്നതിനൊക്കെ ഒരു നിമിത്തമായ ഒരു ഫെസ്റ്റിവലാണിത്. അതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ ലിറ്ററേച്ചറിനും കിട്ടിയിട്ടുണ്ട്. കാരണം അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് പേര് എഴുതി തുടങ്ങിയിരുന്നു 80കളിലും 90കളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ എഴുത്തൊക്കെ നമ്മുടെ ഭാഷയ്ക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രത്യേക വിഭാഗം തന്നെ മലയാളികൾക്കും മലയാളത്തിൽ എഴുതുന്നവർക്കുമായിട്ട് മാറ്റിവെക്കപ്പെട്ട ഒരു പുസ്തകോത്സവം പോലെയായി. നമ്മൾ കണ്ട ആദ്യത്തെ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലാണിത്. ഇതിനേക്കാൾ വലുതും അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രൗഢിയോടും കൂടി നടക്കുന്ന പലതും പല സ്ഥലത്തും നടക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഷാർജ. തീർച്ചയായും ഒരു ഡെസ്റ്റിനേഷനാണ്. നവംബർ കാലണ്ടറിൽ എല്ലാവരും നോക്കി വെച്ച് അതിനനുസരിച്ച് ക്രമീകരിക്കുന്ന യാത്രകളൊക്കെയുള്ള എത്രയോ മനുഷ്യരെ നാട്ടിൽ നിന്ന് കാണാറുണ്ട്. എത്രയോ പുസ്തകങ്ങൾ മലയാളത്തിൽ എഴുതുന്നവരുടെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്ന ഒരു വേദി കൂടിയായിട്ട് ഇത് മാറി. ഏതെങ്കിലും ഒരു ടൈം പീരീഡിൽ ഏറ്റവും കൂടുതൽ പുസ്തകം മലയാളത്തിൽ റിലീസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന്റെ 10-12 ദിവസങ്ങളിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും അത് ആളുകൾ മറിച്ചു നോക്കി തന്നെ വായിക്കണമെന്ന നിർബന്ധ ബുദ്ധിയൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. വായന മരിച്ചിട്ടൊന്നുമില്ല, ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വായനയുടെ രീതികൾ മാറി, ഓഡിബിൾ ബുക്സ് വരെ കുട്ടികൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഉൾക്കൊള്ളണമെന്ന് മാത്രം. തീർച്ചയായും ഈ നമ്മുടെ അക്ഷരങ്ങൾ, പുസ്തകങ്ങൾ, വായന എന്നതിലുപരി ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സൗഹൃദങ്ങളുടെ കൂട്ടായ്മയാണ്. സാർ പറഞ്ഞ പോലെ ഒരു വർഷത്തേക്ക് ഓടിപ്പാഞ്ഞു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. സൗഹൃദം പുതുക്കാനും പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്താനും ഒക്കെ ആയിട്ട്. അതെ അതെ, എഴുത്തുകാര് എന്നെ മാത്രമല്ല വായനക്കാരെയും എഴുത്തുകാരെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം, നല്ല വായനക്കാരെ പരസ്പരം കണക്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ ആയിട്ട് ഇത് മാറുന്നു. വായന എന്ന് പറയുന്നത് എഴുത്തിനോളം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല വായനക്കാരുണ്ടാവുക എന്നുള്ളത് നല്ല എഴുത്തുകാർക്ക് എന്നുള്ള പ്രോത്സാഹനം കൂടിയാണ്. അപ്പോൾ ചില എഴുത്തുകാര് അവരുടെ ഏറ്റവും മികച്ച വായനക്കാരെ പറ്റി എഴുതാറുണ്ട്. അതൊക്കെ വായിക്കുമ്പോഴാണ് എഴുതുന്നതിനേക്കാൾ എത്രയോ ശക്തിമത്തായ ഒരു പ്രക്രിയയാണ് വായന എന്നുള്ളതും ലോകം തിരിച്ചറിയുന്നത്. തീർച്ചയായും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.